നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റൊട്ടേഷൻസ് ആൻഡ് ആംഗുലർ മൂവ്മെൻ്റ് ആണ്. അതിൽ ഫൈനൈറ്റ് വേഴ്സസ് ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് ആണ്. നമുക്കറിയാം റൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു റൊട്ടേഷന് പുറകെ മറ്റൊരു റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ കമ്മ്യൂട്ട് ചെയ്യും, ഏതൊക്കെ കമ്മ്യൂട്ട് ചെയ്യില്ല എന്നുള്ളത് അറിയാനായിട്ടാണ് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർ സെഡ് π/2 RZ π/2. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൽ അപ്പോൾ സെഡ് ഇസ് ദ ഡയറക്ഷൻ അബൌട്ട് വിച്ച് റൊട്ടേഷൻ ടേക്ക് പ്ലേസ്, π/2 ഇസ് ദ ആംഗിൾ. അപ്പോൾ π/2 ആംഗിൾ സെഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. അപ്പോൾ സംഗതി ഇങ്ങനെയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എബൌട്ട് എക്സ് റൊട്ടേറ്റ് ചെയ്യാണ് π/2. അപ്പോൾ സ്ട്രക്ചർ ഇപ്പോൾ ഇങ്ങനെയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്പറേഷൻസാണ് ചെയ്തത്, RZ π/2 ആൻഡ് RX π/2. അപ്പോൾ നമ്മുടെ റിസൾട്ടൻറ്റ് A എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഓർഡർ റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം RX π/2 ചെയ്യാം, അതിനുശേഷം RZ π/2 ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റിസൾട്ടൻറ്റ് നിൽക്കുന്നത്? ഇങ്ങനെയാണ്. അപ്പോൾ AB എന്ന് പറയുന്നത് രണ്ടും ഒരേ സ്ട്രക്ചറിലല്ല വന്ന് നിൽക്കുന്നത്. അതിനർത്ഥം RX RZ ഈ രണ്ട് ഓപ്പറേഷൻസും they fail to commute, അതായത് അവർ കമ്മ്യൂട്ട് ചെയ്യണില്ല. they do not commute each other. അതായത് ഒരേ ആക്സിസിന് എബൌട്ട് ആണെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യുകയും ഡിഫറെൻ്റ് ആക്സിസിലാണെങ്കിൽ കമ്മ്യൂട്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു റൊട്ടേഷനെ നമുക്ക് ഒരു 3x3 റിയൽ ഓർത്തോഗണൽ മെട്രിക്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. ഒരു വെക്റ്റർ വി ഉണ്ട്, അതിൻ്റെ കമ്പോണൻസ് VX VY VZ ആണ്. അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമുള്ള കമ്പോണൻസ് VX ഡാഷ് VY ഡാഷ് VZ ഡാഷ് ആണ്. അങ്ങനെയാണെങ്കിൽ അവർ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ ഇതാണ്. കോളം വെക്ടറാണ്, കമ്പോണൻസ് നമ്മൾ എഴുതുക. സോ VX ഡാഷ് VY ഡാഷ് VZ ഡാഷ് ഇസ് ഈക്വൽ ടു R. അതാണ് നമ്മുടെ ഓർത്തോഗണൽ 3x3 മെട്രിക്സ് ഇൻറ്റു VX VY VZ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പറേഷൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ R സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനാണ് R ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു R ട്രാൻസ്പോസ് R ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അത് ഈ ഓർത്തോഗണൽ മെട്രിസസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. മാത്രമല്ല ഓർത്തോഗണൽ മെട്രിസസിന് മറ്റൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് VX² പ്ലസ് VY² പ്ലസ് VZ² ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് VX ഡാഷ് സ്ക്വയർ പ്ലസ് VY ഡാഷ് സ്ക്വയർ പ്ലസ് VZ ഡാഷ് സ്ക്വയർ. ഇത് രണ്ടും ഈക്വലും ആയിരിക്കും. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മളൊരു റൊട്ടേഷൻ കൺസിഡർ ചെയ്യാണ് എബൌട്ട് സെഡ് ആക്സിസ്. ഫൈ എന്ന് പറയുന്ന എമൗണ്ട് ആംഗിളാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് പോസിറ്റീവാണ്. സോ ഇറ്റ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ XY പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ ഫിഗർ. ഇനീഷ്യലി ഇറ്റ് വാസ് അറ്റ് X1 Y1 Z1. XY സെഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു ബൈ എൻ ആംഗിൾ ഫൈ. സോ അതിൻ്റെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് RZ. അപ്പോൾ എബൌട്ട് സെഡ് ആക്സിസ് ആണ് റൊട്ടേഷൻ, പോസിറ്റീവ് സെഡ് ആക്സിസ് ത്രൂ എൻ ആംഗിൾ ഫൈ. RZ ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഫൈ മൈനസ് സൈൻ ഫൈ 0, സൈൻ ഫൈ കോസ് ഫൈ 0, 0 0 1. ഇത് ചെയ്യാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. X1 Xഉം X1 Y1 Z1ഉം XYZ ഇവർ തമ്മിലുള്ള റിലേഷൻ എഴുതി നോക്കിയാൽ മതി. ഓക്കെ, ഇനി ഇതിപ്പോൾ ഒരു ഫൈനൈറ്റ് റൊട്ടേഷനാണ്. അത് നമ്മൾ ജസ്റ്റ് ഒരു മെട്രിക്സ് ആയിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മൾ അതിൻ്റെ ഇൻഫിനിറ്റസിമൽ ഫോം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കോസ് ഫൈ മൈനസ് സൈൻ ഫൈ കോസ് ഫൈ, അതിൻ്റെയൊക്കെ ഇൻഫിനിറ്റസിമൽ ഫോമിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഈ ചെറിയൊരു എമൗണ്ട് ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തേക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി എപ്സിലോൺ. അപ്പോൾ നമ്മുടെ റൊട്ടേഷണൽ ഓപ്പറേറ്ററിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും. RZ എപ്സിലോൺ ഇസ് ഈക്വൽ ടു കോസ് ഫൈ നമ്മൾ ഇങ്ങനെ എഴുതി 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ബൈ 2, സൈൻ ഫൈ
നമുക്കറിയാം എക്സ്പാൻഷൻ റിലേഷനിൽ ഫസ്റ്റ് ടേം എടുത്തിട്ടുള്ളൂ മൈനസ് എപ്സിലോൺ, സൈൻ ഫൈ യുടെ സ്ഥലത്ത് വീണ്ടും എപ്സിലോൺ, കോസ് ഫൈയിൽ 1 മൈനസ് എപ്സിലോൺ സ്ക്വയർ ബൈ 2. അപ്പോൾ നമ്മുടെ ഇൻഫിനിറ്റസിമൽ ഫോം ഓഫ് ആർ സെഡ് ഇസ് ഈക്വൽ ടു ആർ സെഡ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഫോം ഇങ്ങനെയായിട്ടുണ്ട്. ഇതിൽ ഹയർ ടേംസ്, അതായത് എപ്സിലോൺ ക്യൂബ് ഓർഡറിലുള്ള ടേംസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എബൌട്ട് എക്സ് ആക്സിസ് എപ്സിലോൺ എമൗണ്ട് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സൈക്ലിക്കായിട്ട് നിങ്ങൾ മാറ്റി നോക്കിയാൽ മതി. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. സിമിലർലി ആർ വൈ എപ്സിലോൺ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് രണ്ടും ഇപ്പോൾ ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് ആണ്, ആർ എക്സിൻ്റെ ആർ വൈ. നമ്മൾ നേരത്തെ പറഞ്ഞത് ആർ സെഡ് പൈ ബൈ 2 ആൻഡ് ആർ എക്സ് പൈ ബൈ 2. അതിൻ്റെ രണ്ടും നോക്കിയപ്പോൾ ദേ ഡു നോട്ട് കമ്മ്യൂട്ട് എന്നാണ് കിട്ടിയത്. ഇപ്പം നമ്മൾ ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് ആണ് നോക്കുന്നത്, ആർ എക്സ് എപ്സിലോൺ, ആർ വൈ എപ്സിലോൺ. ഇത് രണ്ടും നമ്മൾ പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ റിസൾട്ട് കിട്ടുക, ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുക 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് എബൌട്ട് ഡിഫറെൻ്റ് ആക്സിസ് ഡു കമ്മ്യൂട്ട് ചെയ്യും എന്നാണ് കിട്ടുക. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് ദ ടേംസ് ഓഫ് ഓർഡർ എപ്സിലോൺ സ്ക്വയർ ആർ ഹയർ ആർ ഇഗ്നോർഡ്. എപ്സിലോൺ സ്ക്വയറിൻ്റെ ടേമുകൾ നമ്മളിവിടെ എടുത്തിട്ടില്ല. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെക്കൻഡ് കോളം, ഈ കോളത്തിലുള്ളതും ഈ സെക്കൻഡ് കോളം ആൻഡ് സെക്കൻഡ് റോ, ഇതും ഇവിടെ ഇത് 0 അല്ല, അതുപോലെ ഇതും 0 അല്ല, ബാക്കിയെല്ലാം സീറോസാണ്. അപ്പം നമുക്ക് അതിന് മനസ്സിലാവുന്നത് എന്താണ്, ഈ എപ്സിലോൺ സ്ക്വയറിൻ്റെ ടേമുകൾ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടേമുകളും കൂടെ 0 ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് എബൌട്ട് ഡിഫറെൻ്റ് ആക്സിസ് ഡു കമ്മ്യൂട്ട് ഇഫ് വി നെഗ്ലക്റ്റ് എപ്സിലോൺ സ്ക്വയർ ആൻഡ് ഹയർ ടേംസ്. ഓക്കെ, അതാണ് ഒരു പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻസ് അബൌട്ട് ഡിഫറെൻ്റ് ആക്സിസ് ഫെയിൽ ടു കമ്മ്യൂട്ട് വെൻ ടേംസ് ഓഫ് ഓർഡർ എപ്സിലോൺ സ്ക്വയർ ആർ കെപ്റ്റ്. അപ്പോൾ ഹയർ ഓർഡർ ടേംസ് ഉണ്ടെങ്കിൽ അതിൽ ആ ടേം അതൊരിക്കലും കമ്മ്യൂട്ട് ചെയ്യില്ല. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ആ ഇക്വേഷൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഓക്കെ, അപ്പം നമ്മൾ ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നു, ആർ എക്സ് എപ്സിലോൺ ആർ വൈ എപ്സിലോൺ മൈനസ് ആർ വൈ എപ്സിലോൺ ആർ എക്സ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ആർ സെഡ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ആർ സെഡ് എപ്സിലോൺ സ്ക്വയർ സെയിം അതുപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 മൈനസ് ചെയ്താലുള്ള മാട്രിക്സ് ആണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എപ്സിലോൺ സ്ക്വയറും അതിൻ്റെ ഹയർ ടേംസും എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ 1 എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്ററായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ എനി 0. അപ്പോൾ എനി എന്ന് പറയുന്നത് ആക്സിസ് ആണ്, ഏത് ആക്സിസിലെങ്കിലും 0 ഇസ് ദ എമൗണ്ട് ഓഫ് ഓർ ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റൊട്ടേഷൻ. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്, ഇക്വേഷൻ നമ്പർ 2 നോക്കാം. റൈറ്റ് സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സെഡ് എപ്സിലോൺ സ്ക്വയർ മൈനസ് ആർ എനി 0. ഓക്കെ, so this is an example for the commutation relation. അപ്പോൾ റൊട്ടേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷനിൽ ഒരു എക്സാമ്പിളാണിത്. ആർ എക്സും ആർ വൈയും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഇതുപോലെ എല്ലാ എക്സിലും വൈയിലും സെഡിലും എക്സിലും ഒക്കെയുള്ള ഓപ്പറേഷൻസ് ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതൊക്കെ ഇതുവരെ നമ്മളതിനെ ആറിനെ ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണത്. ഇനി നമ്മളതിനെ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ടു എവ്രി ആർ, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രോപ്പർട്ടീസൊക്കെയുള്ള ആ മെട്രിക്സിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററായിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡി ഓഫ് ആർ. അത് ആക്ട് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്, കെറ്റ് വെക്റ്ററിൻ്റെ മുകളിലാണ്. കെറ്റ് വെക്റ്റർ ആൽഫ, it is transformed into another ket alpha r. R represent ചെയ്യുന്നത് ആഫ്റ്റർ റൊട്ടേഷൻ,
ദ കെറ്റ് വെക്റ്റർ ആഫ്റ്റർ റൊട്ടേഷൻ ആണ്. സോ അവരെ റിലേറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും ഇത് ഇങ്ങനെ വരും അല്ലേ. ഇങ്ങനെയാണ് അവരെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. അതായത് ആൽഫ ആർ ഇസ് ഈക്വൽ ടു ഡി ഓഫ് ആർ ആൽഫ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ മെട്രിസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ. നമ്മളെ റൊട്ടേഷൻ ആംഗുലർ മൊമെൻറ്റം ഒക്കെ റൊട്ടേഷൻ്റെ ജനറേറ്റേഴ്സാണ്. അപ്പോൾ അതിൻ്റെ മെട്രിസസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മെട്രിക്സിൻ്റെ ഏതാണ്ട് അതിൻ്റെ ഡയമെൻഷനൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഒരു സ്പിൻ ഹാഫ് സിസ്റ്റം ആണെങ്കിൽ ഡി എഫ് ആർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമുക്കൊരു 2x2 മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. അതുപോലെ സ്പിൻ 1 ആണെങ്കിൽ അതൊരു 3x3 മെട്രിക്സ് ആയിട്ട് നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇൻഫിനിറ്റസിമൽ ഓപ്പറേറ്ററിൻ്റെ ജനറൽ ഫോമിലേക്ക് പോവുകയാണ്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. യു, it is the infinitesimal operator u epsilon, any infinitesimal operation. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ആംഗിൾ ആയിരിക്കണം എന്നില്ല, ഏതാണെങ്കിലും ജനറൽ ഫോമസ് യു എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 - i g എപ്സിലോൺ എന്നാണ്. അതിൽ ജി ഇസ് ദ ജനറേറ്റർ വിച്ച് ഇസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. അതാണ് ആ ഇൻഫിനിറ്റസിമൽ ഓപ്പറേഷൻ ജനറേറ്റ് ചെയ്യുന്നതാണ് ഈ ഓപ്പറേറ്റർ ജി എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു ഇതിൽ ഒരു ചെറിയൊരു ഇൻഫിനിറ്റസിമൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ഡാഷ് നമുക്ക് ചെയ്യണമെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് ഡി എക്സ് ഡാഷും ജി എന്ന് പറയുന്നത് പി എക്സ് മൈനസ്, അപ്പോൾ ജിയുടെ വാല്യൂ പി എക്സ് ബൈ എച്ച് ക്രോസും എപ്സിലോൺ ഈക്വൽ ടു ഡി എക്സ് ഡാഷും ആണ് ഫോർ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ. ഇപ്പോൾ ടൈമിൻ്റെ ഒരു വേരിയേഷൻ ആണെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എന്താണ്, എപ്സിലോൺ ഇസ് ടൈം ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഹാമിൽട്ടോണിയൻ എച്ച് ബൈ എച്ച് ക്രോസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ജനറൽ ഫോം ഒരു ഓപ്പറേറ്ററിൻ്റെ, ഒരു ഇൻഫിനിറ്റസിമൽ ഓപ്പറേറ്ററിൻ്റെ ജനറൽ ഫോമാണ്. അങ്ങനെയാണെങ്കിൽ അതേ കണ്ടീഷൻസിൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റത്തിനെയും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഒരു റൊട്ടേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ആംഗുലർ മൊമെൻറ്റം എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ജെ കെ ആംഗുലർ മൊമെൻറ്റം അബൌട്ട് കെ ആക്സിസ് which is the generator G, which is a J എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്ററാണ്. ഫോർ an angle epsilon is equal to d phi, റൈറ്റ്. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഇൻഫിനിറ്റസിമൽ ഓപ്പറേറ്റർ ഡി എൻ ഡി ഫൈ. എൻ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ഡി ഫൈ ഇസ് ദ എമൗണ്ട് ഓഫ് ആംഗിൾ ത്രൂ വിച്ച് ദ റൊട്ടേഷൻ is done. Okay, so dn phi is equal to 1 - i into j operator dot n. j dot n എന്ന് പറയുമ്പോൾ j along the direction of n, the component of j along n ആണ് കിട്ടുക. d phi by h cross. Okay, so equation 4 defines the infinitesimal rotation operator. Okay, ഇനി ഇപ്പോൾ നമ്മൾ ഇൻഫിനിറ്റസിമൽ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അതിന് ഫൈനൈറ്റ് റൊട്ടേഷൻസിലേക്ക് പോവാണ്. അപ്പോൾ ഒരു ഫൈനൈറ്റ് റൊട്ടേഷൻ ഉണ്ടാവണമെങ്കിൽ അത് നമുക്ക് ഒരു ആക്സിസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫൈനൈറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താവാം, ഇറ്റ് ക്യാൻ ബി സക്സസീവ് ഇൻഫിനിറ്റസിമൽ റൊട്ടേഷൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ. ഒരു ചെറിയ ഡി ഫൈ കഴിഞ്ഞു, പിന്നെ അടുത്ത ഡി ഫൈ, നെക്സ്റ്റ് ഡി ഫൈ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എബൌട്ട് എ സിംഗിൾ ആക്സിസ് ആണ്, ഓർക്കണം, ഡിഫറെൻ്റ് ആക്സിസ് അല്ല. സോ ഡി സെഡ് ഫൈ, അപ്പോൾ ഡി ഫൈ അല്ല നമ്മുടെ ഓപ്പറേറ്റർ, ഇപ്പോൾ ഡി സെഡ് ഫൈ ആണ്. ദിസ് ഇസ് എൻ ഓപ്പറേറ്റർ ഫോർ ഫൈനൈറ്റ് റൊട്ടേഷൻ. സോ ഡി സെഡ് ഫൈ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1 - i ഇൻറ്റു ജെ സെഡ്. ജെ ഡോട്ട് എൻ ആണ്, എൻ എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ
j dot n, you get it as jz. Okay, jz by h cross phi by n. അതായത് നമ്മൾ മൊത്തം ഫൈനെ n ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു കഷ്ണം അവിടെ നമ്മൾ ഡിഫൈ ചെയ്യുന്നതിന് പകരം ഇറ്റ് ഇസ് ഫൈ ബൈ n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് റേസ് ടു n. ഇതാണ് നമ്മുടെ ടോട്ടൽ ഫൈനൈറ്റ് റൊട്ടേഷൻ. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പോലെയാണ് കിട്ടുന്നത്. അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് ഐ ജെ സെഡ് ഫൈ ബൈ എച്ച് ക്രോസ്. ദാറ്റ് മീൻസ് dz phi is equal to 1 minus I jz phi by h cross minus jz square phi square by 2h cross square plus etc. അപ്പോൾ നമ്മുടെ dz-ൻ്റെ ഫോം നമുക്ക് കിട്ടി. എക്സ്പൊണൻഷ്യൽ ഫോമാണ്. അതിൽ 1 2 3 ടേംസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ആർ എന്നുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി, അപ്പോൾ ആർ എന്ന് പറയുന്ന ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡി ഓഫ് ആറിന് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഫസ്റ്റ് ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, ഓക്കെ, ഇൻവേഴ്സ് ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇത്രയും പ്രോപ്പർട്ടീസ് ആറിനുള്ളത് തന്നെയാണ് ഡി ആറിനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഫോർ ആംഗുലർ മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഈ റൊട്ടേഷൻ ഓപ്പറേറ്ററിൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻ കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഉണ്ടല്ലോ, അതായത് ആർ എക്സ് ആർ വൈ എന്ന് പറയുന്നതിൻ്റെ കമ്മ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓപ്പറേറ്റർ ഫോം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് അതൊന്ന് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ആർ എക്സ് അല്ല, ജെ എക്സിൻ്റെ, അതായത് എക്സ് ഡയറക്ഷനിലുള്ള ആക്സിസിന് എബൌട്ടുള്ള റൊട്ടേഷൻ. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ഐ ജെ എക്സ് എപ്സിലോൺ ബൈ എച്ച് ക്രോസ് മൈനസ് ജെ എക്സ് സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ. ഹയർ ടേംസ് നമ്മൾ എടുക്കണില്ല. ഇൻറ്റു വൈ ഡയറക്ഷൻ, എബൌട്ട് വൈ ആക്സിസിലുള്ള റൊട്ടേഷനാണ്. അത് 1 മൈനസ് ഐ ജെ വൈ എപ്സിലോൺ ബൈ എച്ച് ക്രോസ് മൈനസ് ജെ വൈ സ്ക്വയർ എപ്സിലോൺ സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ മൈനസ് സെയിം തന്നെ റിവേഴ്സ് ഓർഡറിൽ ആദ്യം എഫ് ക്രോസ് വൈ പിന്നെ എക്രോസ് സെഡ് അത് പ്രോഡക്റ്റ് ചെയ്ത് മൈനസ് ചെയ്യാം. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്താ നമുക്ക് കിട്ടിയിരുന്നത്? ആർ സെഡ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 1 ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം 1 മൈനസ് ഐ ജെ സെഡ് എപ്സിലോൺ സ്ക്വയർ ബൈ എച്ച് ക്രോസ്. സെക്കൻഡ് ടേം എപ്സിലോൺ റേസ് ടു 4 വരും, അത് നമ്മൾ എടുക്കണില്ല. മൈനസ് ഹയർ ടേംസ് നമ്മൾ എടുക്കണില്ല. ഫൈനലി -1. അപ്പോൾ 1 പോയി കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്? മൈനസ് ഐ ജെ സെഡ് എപ്സിലോൺ സ്ക്വയർ ബൈ എച്ച് ക്രോസ് ആണ് കിട്ടുക. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുക, എപ്സിലോണിലുള്ള ടേംസ് ഉണ്ടാവും, എപ്സിലോൺ സ്ക്വയറിലുള്ള ടേംസ് ഉണ്ടാവും. അതിൽ എപ്സിലോണിൻ്റെ ടേംസ് എല്ലാം തന്നെ ക്യാൻസലാവും, എപ്സിലോൺ സ്ക്വയറിൻ്റെ ടേംസ് ഒന്നും ക്യാൻസലാവില്ല. അത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എങ്ങനെയാണ്? നമ്മുടെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ കിട്ടും. ജെ എക്സ് ജെ വൈ മൈനസ് ജെ എക്സ് ജെ വൈ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ജെ സെഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മ്യൂട്ടേഷൻ റിലേഷനാണ് നമ്മളിപ്പോൾ നമ്മുടെ റൊട്ടേഷണൽ ഓപ്പറേറ്ററിൻ്റെ ടേംസ് കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തത് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, എക്സ് വൈ സെഡ് ആയിട്ട് കാനോണിക്കലായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കമ്പോണൻസും ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ജനറൽ റിലേഷനായിട്ട് എന്ത് എഴുതാം? ജെ ഐ ജെ വൈ, ഐ ജെ ആണ്, ജെ ഐ ജെ ആണ് കേട്ടോ, ഇസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് എപ്സിലോൺ ഐ ജെ കെ. ഗെറ്റ് ദ ഇക്വേഷൻ നമ്പർ 8. ഈ ഇക്വേഷനാണ് ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഈ സെറ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് നിങ്ങൾ ഗ്രൂപ്പ് തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. SO3 ഗ്രൂപ്പിൽ പെടുക. ഇത് നോൺ അബേലിയനാണ്, അത് നോൺ കമ്മ്യൂട്ടേഷൻ റിലേഷനൊക്കെയാണ്. അപ്പോൾ അത്തരം ഇക്വേഷൻ 8 ആണ് നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്ന റിലേഷനാണ്. ഓക്കെ,
പിന്നെ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുള്ളത്, ജെ കെ എന്ന് പറയുന്ന ആംഗുലർ മൊമെൻറ്റം ആണ് റൊട്ടേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഓക്കെ. അതുപോലെ തന്നെ റൊട്ടേഷൻസ് എബൌട്ട് ഡിഫറെൻ്റ് ആക്സിസ് കമ്മ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.